പ്രിയമുള്ളവരെ, അടുത്തിടെ നമ്മെ കേരളീയരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത പുറത്തു വരികയുണ്ടായി. കേരളത്തിൽ മാർക്കറ്റുകളിൽ വിറ്റഴിക്കുന്ന ഒന്നും രണ്ടുമല്ല 86ഓളം കറി പൗഡർ കറി മസാല ബ്രാൻഡുകളിലാണ് ക്യാൻസർ ഉണ്ടാക്കുന്ന മാരകമായ എത്തിയോൺ ഉൾപ്പെടെയുള്ള രാസവസ്തുക്കൾ ചേർത്ത് വിൽക്കുന്നതായിട്ട് കേരള സർക്കാർ പരിശോധനയിൽ കണ്ടെത്തിയത്. അതിനെ തുടർന്ന് ഞാൻ കേരള സർക്കാരിന് വിവരാവകാശ നിയമത്തിലൂടെ ഒരു കത്തയക്കുകയുണ്ടായി. അതിന്റെ വിഷയം ഇതായിരുന്നു: ടു ഫുഡ് സേഫ്റ്റി കമ്മീഷണർ ഓഫ് കേരള, കറി പൗഡർ ബ്രാൻഡുകളിലെ മായം സംബന്ധിച്ച്. വിവരാവകാശ നിയമം 2005 പ്രകാരം നൽകിയ മറുപടിയിൽ ക്യാൻസറിന് കാരണമായേക്കാവുന്ന മാരകമായ എത്തിയോൺ ഉൾപ്പെടെയുള്ള വിഷപദാർത്ഥങ്ങൾ അടങ്ങിയ രാസവസ്തുക്കൾ ചേർത്ത 80ലധികം കറി പൗഡർ ബ്രാൻഡുകളുടെ ലിസ്റ്റ് പുറത്തുവിട്ടതിൽ മോഡി കെയർ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് വിവരാവകാശ നിയമം 2005 പ്രകാരം മറുപടി നൽകണമെന്ന് താൽപര്യപ്പെടുന്നു. വിശ്വസ്തയോടെ കലാമണ്ഡലം അനീഷ്, സാംസ്കാരിക പ്രവർത്തകൻ, പാറമേൽ വീട്, സൗത്ത് കൊണ്ടാഴി PO, തൃശൂർ ജില്ല. ഇതായിരുന്നു എന്റെ കത്ത്. ഈ കത്തിന് കേരള സർക്കാർ എനിക്ക് മറുപടി നൽകി. കഴിഞ്ഞ ദിവസം നമ്മുടെ മോദി കെയറിന്റെ 27ാം വാർഷിക ദിനത്തിലാണ്, മിനിഞ്ഞാന്നാണ് എനിക്ക് ഈ കത്ത് എന്റെ കയ്യിൽ കിട്ടിയത്. അപ്പൊ തീർച്ചയായിട്ടും ഒരു ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് എനിക്ക് കേരള സർക്കാർ നൽകി. മോദി കെയറിന്റെ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് നമ്മുടെ ഓരോ പ്രിയപ്പെട്ട ഫാമിലി മെമ്പേഴ്സിന് ഞാനിത് കൈമാറുകയാണ്. ഇത് കിട്ടിയിരിക്കുന്നത് കേരള സർക്കാരിന്റെ ഗവൺമെന്റ് അനലിസ്റ്റ് ലബോറട്ടറിയിൽ നിന്ന് നേരിട്ടുള്ള മറുപടിയാണ്. ടു കലാമണ്ഡലം അനീഷ്, സാംസ്കാരിക പ്രവർത്തകൻ, പാറമേൽ വീട്, സൗത്ത് കൊണ്ടാഴി PO, തൃശൂർ ജില്ല. വിഷയം: വിവരാവകാശ നിയമം 2005 പ്രകാരം നൽകിയ മറുപടിയിൽ മാരകമായ എത്തിയോൺ ഉൾപ്പെടെയുള്ള വിഷപദാർത്ഥങ്ങൾ അടങ്ങിയ കറി പൗഡറുകളുടെ ബ്രാൻഡുകളുടെ ലിസ്റ്റിൽ മോഡി കെയർ എന്ന ബ്രാൻഡിന്റെ ഉൽപ്പന്നം ഉൾപ്പെട്ടിട്ടില്ല. പ്രിയമുള്ളവരെ, ഇത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. നമ്മളിത് നമ്മുടെ ജനതയെ അറിയിച്ചു കൊടുക്കണം. ആവേശത്തോടെ, അഭിമാനത്തോടെ ഒരിക്കൽ കൂടി വായിക്കുകയാണ്. വിവരാവകാശ നിയമം 2005 പ്രകാരം കേരള സർക്കാർ പരിശോധിച്ച 86 കറി പൗഡർ ബ്രാൻഡുകളിൽ മാരകമായ ക്യാൻസർ ഉണ്ടാക്കുന്ന എത്തിയോൺ ഉൾപ്പെടെയുള്ള വിഷപദാർത്ഥങ്ങൾ അടങ്ങിയ കറി പൗഡറുകളുടെ ലിസ്റ്റിൽ മോഡി കെയർ എന്ന ബ്രാൻഡിന്റെ ഉൽപ്പന്നം ഉൾപ്പെട്ടിട്ടില്ല എന്ന് കൃത്യമായിട്ട് വിവരാവകാശ നിയമത്തിലൂടെ നമുക്ക് മറുപടി തന്നിരിക്കുന്നു.